വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിറങ്ങി ഞാൻ. ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? എടി മറിയക്കുട്ടിയെ, എന്നാ പറ്റിയടി? ചിട്ടി പിടിച്ചു വാങ്ങിയതാ, കാശു മുടക്കി വാങ്ങിയതാ. അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കരയുള്ള സാരിയാ, പളപള തിളങ്ങണ സാരിയാ. അയ്യോ ഈ സാരി കീറിപ്പോയി. അയ്യാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. എടി 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 നിനക്കും കൂടി അറിയാവുന്നല്ലേടി ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാടും ദുരിതവും എനിക്കു സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. ഈ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും ദൈവേ. വിളിച്ചോണ്ടിരുന്നോ എന്റെ മനുഷ്യനെ? ഒരു പണിയും വേലിയില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ എടി അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ വലിയ കാര്യായി. എടി ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ വയസ്സായ അപ്പനെയും വല്യാപ്പനെ ഞാൻ നോക്കണില്ലേടി? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയ കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ പോടുന്നു. അയ്യേ അതല്ല, പിന്നെ എന്നാത്തിനാ? ദേ ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാ വഴിയാ? എടി കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. ഓ ദേവൻ അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയെങ്കിലും പോയത് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കിടത്താനാണല്ലോ ധൃതി. എടാ നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോടാ ജോർജ് കുട്ടി? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ നീ ഏത് നേരം ഈ പെണ്ണും പിള്ളേടെ പുറകെ എങ്ങനെ നടന്നിട്ട് എന്താടാ കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ. ആ ഈ നിക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയപ്പോഴാടാ ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുമ്പിള്ളേനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജ് കുട്ടി, ഇവള് ഇവിടെ കാട്ടിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവള് എന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിന്മ തുണി കൂടി ഇരുന്നിട്ട് മടുത്തിപ്പ മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയറിന്മ തുണി കൂടി ഇരുന്നിട്ട് മടുത്തിപ്പ മോനേടാ. ഇതിങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. ഓ ദേ വരുന്നു അടുത്ത കഷ്ടകാലം. അപ്പാ അപ്പനെ അപ്പന്റെ അപ്പനോടൊന്ന് പറയാൻ പാടില്ല എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട്. എടാ ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പം കേൾക്കൂലാടാ. ഓ വല്യപ്പൻ എന്തിനാ കരയണത്? വെല്ലുപ്പന് പാടില്ലടാ മോനെ ജോർജ് കുട്ടി, ആ കുഴമ്പെടുത്തിട്ട് തിരുമിത്താട്ടടാ. അയ്യോ മുതുകിൽ പിടിച്ച് പതക്കെ തിരുമടാ മോനെ ജോർജ് കുട്ടി, ആ കുഴമ്പെടുത്തിട്ട് പതക്കെ തിരുമടാ. ഇടക്കിടക്കിന്റെ വയറിനകത്ത് ഉരുണ്ട് കയറുന്നു മോനെ, പരണ്ട് കയറുന്നു മോനെ. തിരുമി തട്ടട മോനെ, പതക്കെ തിരുമു മോനെ. വെല്ലുപ്പന് പാടില്ലടാ മോനെ ജോർജ് കുട്ടി, ആ കുഴമ്പെടുത്തിട്ട് പുതുക്കെ തിരുമടാ. അയ്യോ ഇപ്പൊ കുറവുണ്ടാ വല്യപ്പാ?
നാട്ടുകാരെല്ലാരും വെകിളി പിടിച്ചു. ഇക്കിളിക്കിന്നര പൂത്തുമ്പി ഇക്കിളി ചക്കരനീ, നീയില്ലാത്ത കേസിൽ ആള് കുറഞ്ഞു. കാതരയാം നീ എവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതല്ലേ എന്നെ ചക്കിയിലേ, മധുരം തരാത്തതെന്തേ? ആ ഇനിയും വരാത്തതെന്തേ എന്നെ ചക്കിയിലേ, മധുരം തരാത്തതെന്തേ? ഓ രാവിലെ തന്നെ തുടങ്ങി എല്ലാം കൂടി കലവില 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 കലവില. ഒന്ന് നിർത്തണ്ടോ? ദേ എന്റെ പോക്കറ്റിൽ കിടന്ന 200 രൂപ കാണാനുണ്ട്. ചേട്ടനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പാപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. ചേച്ചി എടുത്തോ? എനിക്ക് ആരെയും പൈസ വേണ്ട. പിന്നെ എന്റെ 200 രൂപ ആരാ എടുത്തത്? ആ നിന്റെ പോക്കറ്റിൽ കണ്ട 2 50 നോട്ട് എങ്ങനെയാടാ 200 രൂപ ആവട്ടെ? അത് ശരി, അപ്പാപ്പനാണല്ലേ പൈസ എടുത്ത്. മര്യാദക്ക് എന്റെ കാശ് തന്നില്ലെങ്കിൽ ഈ കറി ആരാന്ന് നിങ്ങൾ അറിയും. നീ ആരാടാ? കറിയകച്ചറയാ വെറും കുരുത്തം കെട്ടവനാ, ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തുപോയവനാ, തലതെറിച്ചവനാ, പണ്ടു കുറി നടത്തിയവനാ, കുറി പൊളിഞ്ഞപ്പോ തെറിയും കേട്ട് നാട് വിട്ടവനാ. പറയും പറയും പറയാൻ അറിയില്ലേലും ഓറൻ തെറികൾ ജോറായി പറയും കറിയാ. ചെറിയാച്ചന്റെ ഭാര്യ മറിയാമ്മേടെ സ്വർണ്ണമാല പറിച്ചെടുത്ത് മറിച്ച് വിറ്റവനാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയടാ നീ വെറും കച്ചറയാന്ന്. സൂസി സൂസി നീ അകത്തു അകത്തു. അയ്യോ നിന്റെ കെട്ടിയോ അല്ലാണ്ട് ആരാ? പറഞ്ഞ നീ പെന്തിയൂടി. നീ വന്ന് കയറിയപ്പോ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയത്. എന്താടി ഇല്ലാതിരുന്നേ? ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. നോക്കി നിൽക്കാതെ ചാടി ഇരിക്കണേ ഇരിക്കണേ. അയ്യാ, നോക്കി എടി സൂസി മിണ്ടാതിരിയടിയേ, ഒന്ന് ചുമ്മാതിരിയടിയേ. നീ ചേച്ചിയുമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തമ്മിൽ തല്ലി തലകീറല്ലേ നീ. നാട്ടുകാര് വെളിയിൽ നിന്ന് കേട്ടുതിരിക്കുന്നേ. ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ചേച്ചി കുരിശല്ലേ പാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ആ നാളെ കർണിവൽ അടിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. എന്റെ കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് അതും വന്നാ. എടാ മോനെ ടെലിഫോണിന്റെ 3500 രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട്, അത് അടക്കണം കേട്ടോ. കേബിൾ ടിവിയുടെ ബില്ലടിച്ചില്ലെങ്കിൽ പാചകശാലിന് കാണാൻ പറ്റൂലട്ടാ. അപ്പൊ പിന്നെ എന്റെ മോളുടെ ഫീസോ? ഒന്ന് നിർത്തണ്ട നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ ഒരു ബില്ല്. ഓ വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല്, വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല്. തട്ടിപ്പ് 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 തട്ടിപ്പ്. ദേ നിങ്ങൾ ബില്ല് അടച്ചാലും കൊള്ളാം അടച്ചില്ലെങ്കിലും കൊള്ളാം, എനിക്ക് ഞാൻ പറഞ്ഞ സാരി വാങ്ങി തരണം. കൊല്ലും ഞാൻ. ആ സാരി മേടിക്കാൻ എനിക്ക് ജീൻസും ടീഷർട്ടും എന്തായാലും മേടിക്കണം. ശ്ശോ. മോനെ അപ്പാപ്പന്റെ ഡൈയുടെ കാര്യം എന്തായി? അയ്യടാ ഡയ്യാവാറായ മുതുക്കളവനാ ഇനിയിപ്പൊ ഹെയർ ഡൈ. നീ ഓടി അവിടുന്ന്. പറഞ്ഞോരെ ഡൈയും ഡീയും ഒന്നും മേടിക്കണ്ട, നീ എനിക്കൊരു ഷൂസും ഒരു ബർമുട ഒരു തൊപ്പിയും മതി. എന്റെ കർത്താവേ, ഡൈ മേടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോവേ. തറവാട്ടിലെ കാശ് കൊണ്ട് നിങ്ങൾക്ക് അതും ഇതൊക്കെ മേടിക്കാമെങ്കിലേ എനിക്ക് വേണം കുറെ സാധനങ്ങള്. ദേ അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ദേ ചേട്ടാ പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ 3500 രൂപയുടെ ഫണ്ട് ദേ ഇപ്പൊ തന്നെ തരണം. ഓ എന്റെ കർത്താവ്, ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മോനെ അപ്പന് നല്ലൊരു ഭാഗ്യം ജീൻസും ജ്യൂസും വേണം, അതിനായിട്ട് ഇത്തിരി ചില്ലറ താ. താനല്ലേ മക്കളെ മുത്തത് തന്നോടല്ലേ പറയേണ്ടത്, ഞാൻ കാട്ടിൽ തിരിക്കുന്നതാ. നേരം വെളുത്തപ്പോ തുടങ്ങിയ ദാസം മുട്ടിലടാ. തിരുമിത്താ എന്നെ നോക്കാൻ നല്ലൊരു നേഴ്സിന് നിർത്തിയാൽ അടിപൊളി അടിപൊളി. മടിഞ്ഞ് ചടഞ്ഞ് കുടുംബത്തിരുന്നാൽ പോ പോ കുടുംബം നശിക്കും മനുഷ്യ. ഭാര്യയുടെ പിന്നാലെ ചിരിച്ച് കുണങ്ങി നടന്നോ. നീയാ പറഞ്ഞത് ശരിയായില്ലടി. ഓ നിങ്ങൾ ഈ നാട്ടിലൊന്ന് ജീവിക്കാൻ സമ്മതിക്ക്. ഇവിടുന്നുടനെ ഓടി ഒളിക്കണം, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണം. ഇവരുടെ ഇടയിൽ നിന്നാൽ ഇനി ഞാൻ പട്ടുപിടി